ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ബാബു സാറാണ്. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ എല്ലാവർക്കും സാറ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ആദ്യത്തെ 7 ചാപ്റ്ററിൽ അവശ്യം പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മറ്റെല്ലാ ക്വസ്റ്റ്യൻ ആൻസറിലേക്കും പോകാനുള്ള മർമ്മപ്രധാനമായ ഭാഗമാണ്. ഓക്കെ മക്കളെ, നമുക്ക് നോക്കാം. വീർബഹുട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായ പഠിക്കത ഏത് എന്നുള്ളതാണ്. ആ പഠിക്കത എന്ന് പറയുന്നത് ഇതാണ്. 5वीं कक्षा का रिजल्ट आया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. സാഹിൽ और बेला अलग अलग स्कूल में पढ़ने जा रहे हैं. സാഹിലും ബേലയും ഇനി മുതൽ വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. ബേല രാജീവ് കന്യാ പാഠശാല में और സാഹിൽ അജ്മേർ हॉस्टल में. ബേല രാജീവ് കന്യാ പാഠശാലയിലും സാഹിൽ അജ്മേർ ഹോസ്റ്റലിലും പോകുന്നു. बाद में उन्हें एक साथ पढ़ने का अवसर नहीं मिलेगा. പിന്നീട് അവർക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. പ്രസ്തുത പാഠഭാഗ പഠിക്കാൻ തയ്യാർ കീജിയെ. ആ പാഠഭാഗത്തിന്റെ പഠിക്കൽ ഇതാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. ഓക്കെ മക്കളെ, നോക്കൂ. സ്ഥാൻ ഗാവ് കാ സ്കൂൾ, ഗ്രാമത്തിലെ സ്കൂളാണ്. സമയ് സുബഹ് 9 ബജെയാണ്. പാത്ര സാഹിൽ और ബേലയാണ്. പാത്രോं की उम्र करीब 11 साലാണ്. വേഷഭൂഷ സ്കൂളി വർദ്ധിയാണ്. ചാൽ ചലൻ മാസൂമ്യത്ത് ചേകരെ ഉദാസീമൻ. അല്ലേ, സങ്കടം നിറഞ്ഞ, വിഷമം നിറഞ്ഞ മുഖവും സങ്കടം നിറഞ്ഞ മനസ്സുമാണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ പഠിക്കത നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതണം. ബേല और സാഹിൽ, ബേലയും സാഹിലും ആപ്പസ് മേ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹേ, പരസ്പരം തങ്ങളുടെ റിപ്പോർട്ട് കാർഡുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ. ഇന്ന് അവസാന ദിവസമാണ്. അവർ രണ്ടുപേരും അവരവരുടെ എന്തെങ്കിലും ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, വാട്ടർ ബോട്ടിൽ മുതലായവ തൊട്ട് നോക്കി പരസ്പരം കൈമാറി ഒക്കെ പോകുന്ന അവസാന ദിവസമാണ്. ബേല പറയാണ്, അരേ സാഹിൽ ആം പാസ് ഹോഗേ. നോക്കൂ സാഹിലെ, നമ്മൾ പാസ്സായി. സാഹിൽ പറയാ, കിത്തനി ഖുഷിക്ക് ബാത് ഹേ നാ. എന്തൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ബേലെ. ബേല പറയാ, ഖുഷി പർ ദുഃഖ ബി ഹേ. സന്തോഷമൊക്കെയാണ്, പക്ഷേ ദുഃഖമുണ്ട്. സാഹിൽ, ക്യാ ബേല, അല്ലെങ്കിൽ ക്യോ ബേല, എന്തുകൊണ്ടാണ് ബേലെ? ഇപ്പൊ ബേല പറയാ, അമാര സ്കൂൾ 5वीं कक्षा तक ही. നമ്മളെ സ്കൂള് 5ാം ക്ലാസ് വരെ അല്ലേ ഉള്ളൂ സാഹിലെ. ഇപ്പൊ സാഹിൽ, യോ ബാത്ത് ടീക്ക്, ഈ കാര്യം ശരിയാണല്ലോ. അപ്പൊ തും കഹാ പഠോങ്കെ ബേല, ഇനി നീ എവിടെയാണ് പഠിക്കുക ബേലെ? ബേല പറഞ്ഞു, മേരെ പപ്പ. ബേല പറഞ്ഞു, മേരെ പപ്പ മുझे രാജകീയ കന്യാ പാഠശാല में, എൻ്റെ പപ്പ എന്നെ സംസ്ഥാന വനിതാ സ്കൂളിൽ ബേജനേക്ക് തയ്യാറി മേ ഹേ, അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓർ തും, നീ എവിടെയാണ് പോവുക സാഹിൽ എന്ന് ചോദിച്ചു. അപ്പൊ സാഹിൽ പറഞ്ഞു, പാപ്പ മുझे അജ്മീർ ഭേജുന്നെങ്കിൽ, പപ്പ എന്നെ എങ്ങോട്ട് അയക്കും? അജ്മീറിലേക്ക് അയക്കുന്നു. ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. എന്നിട്ടോ സാഹിൽ കി ആങ്കയും വീർബഹുട്ടി തറകി ലാലോനിലേക്ക്. സാഹിലിന്റെ കണ്ണ് അത് പറഞ്ഞപ്പോൾ വീർബഹുട്ടിയെ പോലെ ചുവപ്പ് കളറാൻ തുടങ്ങി. ഓർ ഉന്മയും ബാരിഷ് കി ബൂന്തോ സ പാനി ബർഗെ, അതിൽ മഴത്തുള്ളി പോലെ വെള്ളം നിറയുകയും ചെയ്തു. ഈ ഇത്രയും ഭാഗമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹതാശാസെ ഏക വ്യക്തി ബൈഠിക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതായിരിക്കാം? ചോദ്യം ഇതാണ് മക്കളെ. ആ ഹതാശാസെ ഏക വ്യക്തി ബൈഠികയാത കവിത കാ സാരാംശിലേക്ക്. ആ സാരാംശയോടുകൂടി അതിനകത്ത് വാക്യമരുപടി വന്നാലും, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വന്നാലും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വന്നാലും എല്ലാം ഈ മർമ്മഭാഗങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്ക്. ഈ കവിത കെ രചയിത ശ്രീ വിനോദ് കുമാർ ശുക്ലജി ഹെ. ഈ കവിത എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലജിയാണ്. 1 വേർഡുകൾക്ക് ഉത്തരമായി. ഈ കവിതക്കോ ഏക ടിപ്പണി ലിഖേ ഹുയി. ഈ കവിതയ്ക്ക് ഒരു ടിപ്പണി എഴുതിക്കൊണ്ട് നരേഷ് സക്സേനാജിനെ വ്യക്ത കർത്തേ, നരേഷ് സക്സേനാജി വ്യക്തമാക്കുന്നു കി എന്നാൽ ഹം കിസി വ്യക്തിക്കോ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉസ്കെ നാം പദേ ഉമ്മർ, അദ്ദേഹത്തിന്റെ പേര്, അഡ്രസ്, വയസ്സ്, ഓഹദെ പദവി, യാ ജാതിസെ അല്ലെങ്കിൽ ജാതി കൊണ്ടോ ജാനത്തെ മനസ്സിലാക്കുന്നു. ഈ ഗലത്ത്, ഇത് തെറ്റാണ്. അസലിമെ സത്യത്തിൽ ഹം കിസി വ്യക്തിക്കോ, നമ്മൾ ഏതൊരു വ്യക്തിയും ഉസ്കെ ഹദാഷ് നിരാശ്, അയാളുടെ അവശതയും നിരാശയും, അസഹായത സഹായമില്ലാത്ത അവസ്ഥയോ, യാ ഉൻകെ സങ്കടസെ നഹി ജാനത്തെ, അദ്ദേഹത്തിന്റെ സങ്കടമോ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹം കുച്ച് നഹി ജാനത്തെ, ആ വ്യക്തിയെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് അർത്ഥം. കവി ബദാത്തെ, കവി പറയുന്നു, കി സടക്ക് പർ ഘായൽ പെടാ വ്യക്തി, റോഡിന് മുകളിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന വ്യക്തി, ജാൻ കെ ലിയെ രോ രഹായ്, തന്റെ ജീവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പരന്തു ഹം ഉസെ എന്ന ജാനേക്കാ ബഹാന കർത്തെ, പക്ഷേ അയാൾ എനിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ എന്ന് നമ്മൾ ഒഴിവ് പറയുന്നു. ബഹാന കർണ, ഒഴിവ് പറയുക. ഓക്കെ, ഹദാഷ് വ്യക്തി കെ സാമനെ ഹാത്ത് ബടാനെ പർ ദോനോ ഏക് ദൂസരെ കോ ജാനെ ലഗ്തേ. അവശനായ ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കാൻ കൈ നീട്ടുന്നതോടി പരസ്പരം രണ്ടുപേരും അറിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മുസീബത്ത് മേ പടേ ലോഗോं को സഹായത കർണ, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുക മനുഷ്യക കർത്തവ്യം, ഒരു മനുഷ്യന്റെ കർത്തവ്യമാണ്. इसलिए ही ये കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരകി ജാനേക്ക യാദ് ദിലാത്തി. അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യനെ പോലെ കാണാനുള്ള യാദ് ദിലാത്തി, ഓർമ്മ തരുന്നു. അപകടത്തിൽ പെട്ടുകൊടുക്കുന്ന ഒരാളെ നമ്മൾ മനസ്സിലാവുന്നത് കൊണ്ടാണ് അയാൾ രക്ഷപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെ? അദ്ദേഹം ജീവൻ അപകടത്തിലാണ് എന്ന്. നമ്മളെ അയാൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവും ഇദ്ദേഹം ഒരു മനുഷ്യത്വമുള്ള ആളാണെന്ന്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
പാരഗ്രാഫ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ ആൻസറുകൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ടൂട്ടാ പഹിയ, അതിൽ നമ്മൾ ഒറ്റ സമ്മറി പഠിക്കുന്നതോടി നമുക്ക് അതിലുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 7 മാർക്ക് നമുക്ക് പോക്കറ്റിലിടാൻ പറ്റും. നോക്കൂ മക്കളെ, അത് ഏതൊക്കെയാണ്? ടൂട്ടാ പഹിയ നാമ കവിതാക്ക ടിപ്പണി ലിഖിയെ. ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ കവിതയുടെ ടിപ്പണി എഴുതാൻ. ഈ കവിതാക്ക ഭാഗം, ഈ കവിതയുടെ ഭാഗം ടൂട്ടാ പഹിയ നാമക കവിതാ സെ ലിയാ ഗയ. ഒരു വരിക്ക് നമുക്ക് 4 വരി തരും. എന്നിട്ട് അത് ടൂട്ടാ പഹിയ നാമക കവിതാ സെ ലിയാ ഗയ നമ്മൾ ആദ്യം എഴുതണം. इसके रचयिता श्री धर्मवीर भारती, അത് എഴുതിയിരിക്കുന്ന ധർമ്മവീർ ഭാരതിയാണ്. ഉन्होंने इस कविता में कहते हैं, അദ്ദേഹം ഈ കവിതയിൽ പറയുന്നു कि എന്നാൽ ടൂട്ടാ പഹിയാക്കോ ഫേങ്കോമത്ത്, പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത്. യഹാൻ ടൂട്ടാ പഹിയാക്കോ, ഇവിടെ പൊട്ടിയ ചക്രത്തെ വലിച്ചെറിയരുത് എന്ന് കവി ഉദ്ദേശിക്കുന്നത് ലഘുമാനവക്കെ സമാൻ കഹാ ഗയാ ഹെ, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെയാണ് കവിയുടെ പൊട്ടിയ ചക്രം എന്ന് പറയുന്നത്. രോഗികൾ, വൃദ്ധർ മുതലായവരൊക്കെ. ഈ പങ്ക്തിയോമേ കവി കാത്തെ, ഈ വരികളിലൂടെ കവി പറയുന്നു ടൂട്ടാ പഹിയ ലഘു ഓർ ഉപേക്ഷിത മാനവക്ക പ്രതിഹേ, പൊട്ടിയ ചക്രം ലഘുവും ചെറുതും തിരസ്കരിക്കപ്പെട്ടതുമായ മനുഷ്യന്റെ പ്രതീകമാണ്. ജിസെ ബേക്കാർ സമച്ചുക്കർ ഫേങ്ക് ദിയാഹേ, അതിനെ ഉപകാരമില്ലാത്തതെന്ന് മനസ്സിലാക്കി എല്ലാവരും വലിച്ചെറിയുന്നു. ഉപകാരം ഉണ്ടെങ്കിൽ വലിച്ചെറിയില്ല. കവി ഉസ്കി സംഭാവനയൊക്കെ പഹച്ചാനത്തെ, കവി അദ്ദേഹത്തിലുള്ള സാധ്യതകളെ തിരിച്ചറിയുന്നു. ഓർ ഉൻകി ക്ഷമതാവൊക്കെ മൂല്യാങ്കൻ കർത്ത ഹേ, അതിൻ്റെ കഴിവുകളിൽ വില കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ എക്ക് പ്രതീകാത്മക രചന ഹേ, ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. ഈ പ്രതീകോ കവിനെ, ഈ പ്രതീകത്തെ, ഇങ്ങനെയുള്ളൊരു സങ്കല്പത്തെ കവി മഹാഭാരത കഥാസെ ലിയാ ഗയാ ഹേ, മഹാഭാരത കഥയിലെ അർജുനന്റെ മകനായ അഭിമന്യു യുദ്ധം ചെയ്ത സമയത്ത് വാളുകളെല്ലാം തെറിച്ചുപോയി യുദ്ധക്കളത്തിൽ മലനടിച്ച് വീണ സമയത്ത് അദ്ദേഹം യുദ്ധം ചെയ്യാൻ ശത്രുക്കളിൽ വരുന്ന ആയുധങ്ങൾ ചെറുക്കാൻ വേണ്ടി അതുവഴി കടന്നുപോയ രഥത്തിൻ്റെ ചക്രമെടുത്ത് യുദ്ധം ചെയ്തൊരു ഭാഗമുണ്ട്. അതെടുത്തിട്ടാണ് പറയുന്നത് എപ്പോഴും യുദ്ധത്തിന് വാളുകൾ മാത്രമായിക്കൊള്ളുന്നില്ല, ഇത്തരം പൊട്ടിച്ചക്രങ്ങൾ സഹായമായേക്കാം. അതിനെ അദ്ദേഹം ഒരു സാമൂഹ്യപരമായ കൺസെപ്റ്റിലൂടെ നോക്കിക്കണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, കവി കാത്ത ഹെ കി ടൂട്ടാ ഹുവ പഹിയ ഭി സന്ദർഭാനെ പർ ഉപയോഗി ഹോ സക്തേ, കവി പറയുന്നു പൊട്ടിയ ചക്രമായാലും ചില സന്ദർഭം വരുമ്പോൾ ഉപയോഗപ്രദമായേക്കാം. ഇസ്ലിയെ ഉസ്കി ഉപേക്ഷ നഹി കർണി ചാഹിയെ, അതുകൊണ്ട് ഉപകാരമില്ലാത്തെന്ന് മനസ്സിലാക്കി നിങ്ങളതിനെ വലിച്ചെറിയരുത്. മഹാഭാരത യുദ്ധമേ അഭിമന്യുവിനെ ബഡേ ബഡേ മഹാരഥിയോ കാ സാമന കർത്തേ സമയം, മഹാഭാരത യുദ്ധത്തിൽ വലിയ വലിയ മഹാരഥന്മാരുമായി അഭിമന്യു യുദ്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് രഥക്കെ ടൂട്ടേ ഹുയിക്ക ആശ്രയിലിയ, നിങ്ങൾക്കറിയോ രഥത്തിൻ്റെ പൊട്ടിയ ചക്രത്തെയാണ് ആശ്രയിക്കേണ്ടി വന്നത്. അതുകൊണ്ട് കവി ടൂട്ടേ ഹേ പഹിയക്കോ, അതുകൊണ്ട് കവി പൊട്ടിയ ചക്രത്തെ തുച്ഛ സമച്ചുകർ, ഒന്നിനും പറ്റാത്തതെന്ന് മനസ്സിലാക്കിയിട്ട്, ചെറുതെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന ഫെങ്കിനേക്ക് ആഹ്വാൻ കർത്തേക്ക് വലിച്ചെറിയരുത് എന്ന് പറയുന്ന ആഹ്വാനം ചെയ്യുന്നു. ഈ അത്രയും സമ്മറി ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 7 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഇത് പഠിക്കാതെ കുറേ നുറുങ്ങ് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ആയാം കലാം കെ ബഹാർ എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നാണ്. ഉത്തരം ഇതാണ്. ആപ്കെ സ്കൂൾ മേ അയാം കലാം നാമക സിനിമ കാ പ്രദർശനം ഹോനെ വാല ഹെ, നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം എന്ന സിനിമയുടെ പ്രദർശനം നടക്കാൻ പോകുന്നു. ഇസ്കാ സന്ദേശ് ദേത്തെ ഹുയെ एक പോസ്റ്റർ തയ്യാർ കീജിയെ, അതിൻ്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് നീലമാധവ് പാണ്ഡേക്ക്, നീലമാധവ് ഡയറക്ടറാണ്, നീലമാധവ് പാണ്ഡെയുടെ അയാം കലാം സിനിമാ പ്രദർശനം 10 ആഗസ്റ്റ് 2024. ഓക്കെ, സവേരെ 10 ബജെ സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗത്, എന്നിട്ട് സ്കൂൾ ഹിന്ദി ക്ലബ്ബ് എന്നടിയിൽ എഴുതുകയും വേണം. ഇത്രയാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് വരുന്നത് സബ്സെ ബഡേ ഷോമേന. സബ്സെ ബഡേ ഷോമേനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായിരിക്കാം? ഒന്ന്, റപ്പട്ടാണ് മക്കളെ സബ്സെ ബഡേ ഷോമേനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചാർലി കെ സ്റ്റേജ് ഷോ കെ ദൂസരാ ദിൻ, ചാർലിയുടെ സ്റ്റേജ് ഷോയുടെ 2ാം ദിവസം സമാചാർ പത്രമേ ആയഹുയെ, വർത്തമാന പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള റപ്പട്ട് ക റിപ്പോർട്ടിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡയറി, നമുക്ക് അതുപോലെ തന്നെ സുഹൃത്തിന് കത്തെഴുതൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ചാർലിൻ്റെ അമ്മ കത്തെഴുതാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ചാർലി ഡയറി എഴുതുന്നുണ്ട്, മാനേജർ ഡയറി എഴുതുന്നുണ്ട്, ഇത് ചാർലിയുടെ അമ്മ ഡയറി ചെയ്യുന്നുണ്ട്, ഹെന്ന, അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ സംഭവമാണ്. അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി പ്രയാസപ്പെടില്ല. ദിൽ ചുരാക്കെ 5 സാൽക്കാൽ എടുക്കുക, പത്രവാർത്ത എഴുതുമ്പോൾ നല്ലൊരു ഹെഡിങ് വേണം. ഹൃദയം കവർന്ന് 5 വയസ്സുകാരനായ പയ്യൻ എന്നാണ് അർത്ഥം. ഏതൊരു ലണ്ടൻ, ഒരു വാർത്ത എഴുതുമ്പോൾ ആദ്യം ഒരു സ്ഥലപ്പേരുണ്ടായിരിക്കണം. കൽ ലണ്ടൻ ഷഹർ കെ തിയേറ്റർ മേം, ഇന്നലെ ലണ്ടൻ സിറ്റിയിലെ തിയേറ്ററിൽ ഹെന്ന നാമക്ക് ഗാനാഗാരി ഹിദി, ഹെന്ന എന്നു പേരുള്ള സ്ത്രീ പാട്ട് പാടുകയായിരുന്നു. അചാനക് ഉസ്ക ആവാസ് ബന്ദ് ഹുയി, പെട്ടെന്ന് അവരുടെ ശബ്ദം സ്റ്റോപ്പായി പോയി. ലോക ചില്ലാനിലേക്ക് ജനങ്ങൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ തുടങ്ങി. വൈസെ രോക്കർ, അങ്ങനെ കരഞ്ഞുകൊണ്ട് ഗായിക പീച്ചി ഓർ ചലികെ, ഗായിക പുറകോട്ടേക്ക് ഓടിപ്പോയി. ലോക ആശ്ചര്യമേ ദേഖ് രഹേ, ജനങ്ങൾ ആശ്ചര്യത്തോട് നോക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം 5 സാൽക്കായേക്ക് ബച്ച, 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യൻ ഹാത്ത് ഫേർത്തെ ഹുയെ, കൈ വീശിക്കൊണ്ട് മുസ്കുരാത്തെ പുഞ്ചിരിച്ച് സ്റ്റേജിലേക്ക് വന്നു.
ഉസ്നെ ജോർ സെ ഹി അവൻ വളരെ ശക്തിയായി തന്നെ ആവേശത്തോടു കൂടി തന്നെ ലോകം സെ ബാത്ത് കർക്ക് ജനങ്ങളോട് ഉറക്കെ വിളിച്ച് സംസാരിച്ചിട്ട് ജാക്സ് ജോൺ കാ ഗാന ജാക്സ് ജോൺസന്റെ പാട്ട് അപ്പനെ തരീക്കേമേ ഗായ തൻ്റെ രാഗവും താളവും ഉപയോഗിച്ച് അവൻ അങ്ങോട്ട് പാടി. ബഡേ ബഡേ ലോകം കാ അനുഗ്രഹം ബിക്കിയ വലിയ വലിയ ആളുകൾ അവൻ ഇമിറ്റേറ്റ് ചെയ്തു. ഓർ നൃത്യ ബി കർക്കെ നൃത്തവും ചെയ്തിട്ട് സബ്കാ ദിൽ ചുരാലിയ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. അസലിമേ യേ വാഹ് ഗായിക ഇത് സത്യത്തിൽ ആ നേരത്തെ പാട്ട് തകരാറായി പോയ പാട്ടുകാരി ഹെന്ന കെ ബച്ച ചാർലി ചാപ്ലിൻ്റെ ഹെന്നയുടെ മകനായ ചാർലി ചാപ്ലിനായിരുന്നു. ലോകനെ ശുരൂസെ അന്ത് തക്ക് താലിയാൻ ബജാത്തെ രഹേ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കളി കണ്ടപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഓഡിയൻസ് കൈയടിച്ചുകൊണ്ടിരുന്നു. ഓർ സ്റ്റേജ് പർ ഖൂബ് പൈസേ ബർസെ സ്റ്റേജിലേക്ക് ധാരാളം ക്യാഷുകൾ എറിഞ്ഞു. ഏക് ബാത്ത് സഹികെ ഒരു കാര്യം സത്യമാണ്, ഇത് ലേഖൻ്റെ അഭിപ്രായമാണ്, എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവസാനം ലേഖൻ്റെ അഭിപ്രായമാണ്. ഏക് ബാത്ത് സഹികെ കി കൽ യേ ദുനിയാക്കെ സബ്സെ ബഡേ കലാകാർ ഹോനെ വാല ഹെ ഒരു കാര്യം സത്യമാണ്, ഇവൻ നാളെ ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരനാവുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇതിൽ നിന്ന് നമുക്ക് മാനേജറുടെ ഡയറി ഉണ്ടാക്കാം, ചാർലിയുടെ ഡയറി ഉണ്ടാക്കാം, അമ്മയുടെ ഡയറി ഉണ്ടാക്കാം, പത്രപാത്രം ഓൾറെഡി ഉണ്ട്. ചാർലിയുടെ അമ്മ സുഹൃത്തിന് ഇന്ന് കത്ത് എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ വെക്കാം, അതിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത് കാര്യങ്ങൾ വെച്ചാൽ മതി. ഓക്കെ മക്കളെ, മറന്നു പോരുത്. ഇനി നമുക്ക് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും കവിതയുടെ സമ്മറിയാണ് പഠിക്കുന്നത്. ഇതാണ് ഫൈനൽ എക്സാമിനേഷന് ചോദിക്കുന്നെങ്കിൽ 7 മാർക്ക് പോക്കറ്റിലിടാനുള്ള കവിതയിൽ നിന്നുള്ള രണ്ടാമത്തെ കവിതയാണിത്. ഓക്കെ, ഇതെന്താ നോക്ക്. ഹിന്ദിക്ക് പ്രഗതിശീൽ കവി, ഹിന്ദിയിലെ പുരോഗമനപരമായ ചിന്ത വെച്ച് പുലർത്തുന്ന കവി ശ്രീ നാഗാർജുൻ ജി കെ ഏക് ചോട്ടി സി കവിത ഹെ അകാൽ ഓർ ഉസ്കെ ബാദ്. നാഗാർജുൻ ജിയുടെ ഒരു വളരെ ചെറിയ കവിതയാണ് അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ള 8 വരി മാത്രമേ ഉള്ളൂ. ഉനോനെ ഇസ് കവിതാക്കെ പഹലി 4 പങ്ക്തിയോമേ അദ്ദേഹം ഈ കവിതയിലെ ആദ്യത്തെ 4 വരിയിൽ അകാൽ കാ ക്ഷാമത്തിൻ്റെയും ഓർ ബാദ് കെ 4 പങ്ക്തിയോമേ പിന്നീട് വരുന്ന 4 വരികളിൽ അകാൽ കെ ബാദ് കാ ബി ക്ഷാമത്തിന് ശേഷമുള്ള വർണ്ണൻ കിയാ ഗയാ ഹെ. ആദ്യം അദ്ദേഹം 4 പങ്ക്തിയോമേ അകാൽ കെ ബാദ് ക്ഷാമത്തിന് ശേഷം വർണ്ണൻ കിയാ ഹെ. പഹലി 4 പങ്ക്തിയോമേ ആദ്യത്തെ 4 വരികളിൽ കൈ ദിനോം തക്ക് എന്നും തഥാ ദൂസരി 4 പങ്ക്തിയോമേ പിന്നീട് വരുന്ന 4 വരികളിൽ കൈ ദിനോം കെ ബാദ് എന്നുള്ളത് ദോഹരായ ഗയാ ഹെ ആവർത്തിക്കപ്പെടുന്നു. അതെ, കൈ ദിനോം തക്ക് പിന്നെ കൈ ദിനോം കെ ബാദ് ആണ് ആവർത്തിക്കപ്പെടുന്നത്. യഹ് കവിതാക്കോ താളാത്മക ഓർ രോചക ബനാത്തി ഹെ. ഈ രീതിയിലുള്ള ആവർത്തനം കവിതയെ താളാത്മകവും ഓർ രോചക ബനാത്തി ഹെ. രോചക എന്ന വാക്കിനർത്ഥം ഇഷ്ടമെന്ന, അരോചകം എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തത് സഹിക്കാനാവാത്തത്, അപ്പോൾ രോചകമാക്കി തീർക്കുന്നു. എന്നിട്ട് പറയുന്നു കവി കാത്തഹി അകാൽ കെ കാരണം ക്ഷാമം കാരണം കൈ ദിനോ തക്ക് ഒരുപാട് നാളുകളായി ചുൽഹ ജലായനഹി ആ വീട്ടിലെ ചുൽഹ അടുപ്പ് കത്തിയതേ ഇല്ല, അടുപ്പ് പുകഞ്ഞിട്ടേ ഇല്ല. ചക്കീമേ പിസിനേക്കില്ലേ ആ ആട്ടുകല്ലിൽ പൊടിക്കുന്നതിന് വേണ്ടി ഗർമേ തോടാബി അനാജിനെങ്കിൽ വീട്ടിൽ അല്പം പോലും ധാന്യമണികളില്ല. ഇതുകൊണ്ട് കാണി കുത്തിയ ഉസ്കെ പാസ് ജാക്കർ സോറിയെ ഒറ്റക്കെണ്ണം പട്ടി അതിൻ്റെ അടുത്താണ് പോയി കിടക്കുന്നത്. ഖാനയ്ക്ക് തലാഷ്മയും ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ചിപ്കലിയാം പല്ലികൾ ഗർക്കെ ദീവാർ പർ വീടിൻ്റെ ചുമരിലൂടെ ഇതർ ഉദർ ബടക്കരുകെ അതിലെയും ഇതിലെയും ഓടിക്കളിക്കൊണ്ടിരിക്കുന്നു. കൈ ദിനോക്കെ ബാദ് അങ്ങനെ കൈ ദിനോക്കെ ബാദ് കുറേ നാളുകൾക്ക് ശേഷം, ആദ്യം കൈ ദിനോ തക്കായിരുന്നു, കുറേ നാളുകൾ വരെയായി, ഇപ്പം കൈ ദിനോക്കെ ബാദ് ഗർമേ ധാന്യായ വീട്ടിൽ ധാന്യം വന്നു. ചുൽഹ ജലായ ഗേഹ അടുപ്പ് കത്തിച്ചു. ഓർ ആംഗൻ മേ ദുവാ ഉടനയിലേക്ക് വീടിൻ്റെ പുറംഭാഗത്ത് മുറ്റത്തുകൂടെ പുകപടലങ്ങൾ ഉയരാൻ തുടങ്ങി. ഗർഭർക്കെ ലോകോങ്കി വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണുകൾ കണ്ണുകൾ ഖുഷിക്കെ മാരെ ചമക്കുടി സന്തോഷം കൊണ്ട് മിന്നി തിളങ്ങി. കൗവേബി വീടിൻ്റെ പുറത്ത് മരക്കൊമ്പിലിരിക്കുന്ന കാക്ക പോലും ഈ വീട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ടപ്പോൾ ഖുഷീസെ അപ്പന പങ്ക് കുജലിലേക്ക് സന്തോഷത്തോടെ തൻ്റെ തൂവലുകൾ ചിക്കിച്ചു തരാൻ തുടങ്ങി. ഓക്കെ, യാം കവീനെ ചുൽഹേക്കാരോന ഇവിടെ കവി ഈ ചുൽഹേക്കാരോന അടുപ്പിൻ്റെ കരിയലിനെയും ചക്കിക്ക് ഉദാസ് ആട്ടുകല്ലിൻ്റെ ഉദാസതയും സോയിഹുയി കാനി കുത്തിയ വിശന്ന് ഉറങ്ങിപ്പോയ ഒറ്റക്കണ്ണം പട്ടിയുടെയും ചിപ്കലിയോങ്കി ദൗഡ് പല്ലികളുടെ ഓട്ടത്തെയും ഓർ ചുഹോങ്കി ബുരി ഹാലത്ത് എലികളുടെ ദയനീയമായ അവസ്ഥയും ആദിക്ക് മാധ്യമസെ മുതലായ മാധ്യമത്തിലൂടെ ആം ജനതാക്കി പാവപ്പെട്ട ജനങ്ങളുടെ ഗരീബി ഓർ വിവശതാക്കു ദാരിദ്ര്യത്തെയും അവൻ്റെ പ്രയാസങ്ങളെയും വ്യംഗ്യാത്മക ടെങ്കസെ ഗയാഹ്യയെ പരിഹാസ രൂപത്തിൽ അവതരിക്കപ്പെട്ടിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ജീവികളൊക്കെ ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സമ്പന്നൻ്റെ വീട്ടിലെ കൊട്ടാര മണിമാളികൾ എ സി റൂമിൽ ഇത്തരം ജീവികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസം പറയാൻ അവർക്കും കൂടി പ്രയാസം അനുഭവപ്പെടുന്ന ജീവജാലങ്ങൾക്ക്, കാരണം അവർക്കൊക്കെ പോറ്റുന്നത് ഇവനെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇവനെ ആശ്രയിച്ചാണ് ഈ ഇത്തരം ജീവികളൊക്കെ ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതവും ചുറ്റുപാടിനെ വർണ്ണിക്കാൻ അവൻ്റെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണത്. വളരെ പ്രധാനപ്പെട്ട കവിതയാണത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് ഉറപ്പാണ്.
ഇനി നമുക്ക് ഠാക്കൂർ കാ കുആ എന്നാണ് 7 മാർക്കിൻ്റെ ചോദ്യമില്ല കവിതയിൽ നിന്ന്. 4 മാർക്ക് വരികൾ തന്നതിന് ശേഷം 4 മാർക്കിൻ്റെ അവസാന സമ്മറി, 2 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, 1 മാർക്കിൻ്റെ ബ്രാക്കറ്റ് തിരഞ്ഞെടുത്തതിനുള്ള ചോദ്യം ഉണ്ടാവും. ഇത്രയും ഉണ്ടാവും, മറന്നു പോയത്. ഇനി ഠാക്കൂർ കാ കുആ ജന്മിയുടെ കിണറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. വളരെ പ്രധാനപ്പെട്ടാണ് ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച്. നോക്കൂ മക്കളെ, ചരിത്രചിത്രൻ ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ചോദിച്ചാൽ ശ്രീ പ്രേംചന്ദ് ജിക്ക് മഷൂർ കഹാനി, പ്രേംചന്ദ് ജിയുടെ വളരെ പ്രസിദ്ധമായ കഥ ഠാക്കൂർ കാ കുആ കാ മുഖ്യ സ്ത്രീ പാത്ര ഹെ ഗംഗി. ഠാക്കൂർ കാ കുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗംഗി. വ ജോക്കു കി പത്നി ഹെ, അവൾ ജോക്കുവിൻ്റെ വൈഫാണ്. വ എക് ദളിത് സ്ത്രീ ഹെ, അവർ ഒരു പിന്നോക്ക ജാതിക്കാരിയായ സ്ത്രീയാണ്. വ ഗരീബ് പരിവാർ കി ഗൃഹിണി ഹെ, അത് ദരിദ്ര കുടുംബത്തിലെ ഒരു ഗൃഹിണി വീട്ടമ്മയാണ്. ഉസ്കോ ഊഞ്ച ജാതിക്ക് ലോകോ സെ, അവൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളിൽ നിന്ന് ബഹുത് അധികം വളരെയധികം സാമൂഹികപരമായ കുരീതിയോ കാ ശിക്കാർ ഹോനിയപ്പെടുത്തിയേ തിന്മകൾക്ക് ഇരയാവേണ്ടിയിരുന്നു. അവളെ എന്തും ചെയ്യുക, അവളെ മാനത്തിനൊന്നും ഒരു വില ആരും കൽപ്പിക്കില്ല. എന്തും ചെയ്താലും ചോദിക്കാനും പറയാൻ ആളില്ല, അവർ ചെയ്യുന്നു. വ അപ്പനെ പതിക്കോ ബോത്ത് പ്യാർ കർത്തി, അവൾ തൻ്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് സാഹസിക നാരികെ, അവൾ എന്ത് റിസ്ക് എടുക്കാനും ലൈഫിൽ തയ്യാറാകുന്ന പെണ്ണാണ്. അപ്പനെ പതിക്കെ രോഗാവസ്ഥയെ പറ, ഉദാഹരണമായി തൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥയിൽ രാത്രിയിൽ അക്കേലെ ഹോക്കർ ഒറ്റയ്ക്ക് ആയിട്ട് പോലും ഠാക്കൂർ കെ കുആ സെ പാനി ലേനെ ജാത്തെ ഹെ, ജന്മിയുടെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുന്നു. ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഈ ഭർത്താവ് മരിച്ചു പോകും. എന്നാൽ വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് ഗംഗയെ കണ്ടാൽ തലയ്ക്കടിച്ച് അവർ അവിടെ ഇട്ട് കൊല്ലും. പക്ഷേ എങ്കിലും അവൾ റിസ്ക് എടുത്ത് തൻ്റെ ഭർത്താവിന് വേണ്ടി വെള്ളം എടുക്കാൻ പോകുന്നു. വ സമച്ഛദാർ നാരീധി, അവൾ വളരെ കാര്യഗൗരവമുള്ളവരെല്ലാം മനസ്സിലാക്കുന്ന സ്ത്രീയാണ്. ഉസേ ഠാക്കൂർ ഓർ സാഹു ജയ്സെ, അവർക്ക് ഠാക്കൂറും അതുപോലെ തന്നെ സാഹു മുതലായ ഉച്ചവർഗക്കെ ലോകോം കെ ബാരേമേം, ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി ബാരേമേം എന്ന് പറയുന്നത് ഈ ബാരേമയാണ്. ബാരേമേ സഹീ തരക ജാൻകാരിക്ക് ശരിയായ രൂപത്തിൽ നോളജ് ഉണ്ട്. ഈ ലോക ചൽ കബഡ് ഓർ അത്യാചാര കർത്തെ, ചതിയും വഞ്ചനയും കൊലപാതകവും ചെയ്യുന്നത് ഇവരാണ്. അത്യാചാര കൊലപാതകം. പർ പൂച്ചനെ വാല കൊയ് നഹി, പക്ഷേ ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല. ഗംഗി സമൂഹത്തിലെ ഇസ് ഉച്ചനീജ് ഭ്രഷ്ടാചാർ പർ, ഈ ഉയർന്നതും താഴ്ന്നതുമായ മാറ്റി നിർത്തലുകളിൽ വിലാബ് ഓർ ആക്രോശ് കർത്തിക്ക്, വിലപിക്കുകയും ആക്രോശിക്കപ്പെടുകയും ചെയ്യുന്നു. അവൾ വല്ലാതെ വേദനിക്കുകയും കരയുകയും ചെയ്യുന്നു ഈ കാര്യത്തെ ആലോചിച്ച്. ഇതാണ് ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ച്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 7 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് നിരവധിയായ ചോദ്യങ്ങളിലേക്ക് പോകാൻ ഈ ഒരു കണ്ടന്റ് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വീണ്ടും കേൾക്കുകയും ഒന്ന് എഴുതി പഠിക്കുകയും ചെയ്യുക. ഇനിയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ പഠിച്ചതൊക്കെ ഒരു തവണ എഴുതി നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, മറ്റ് വീഡിയോകൾ നിങ്ങൾ കാണുക, ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വരിക. അതുപോലെ തന്നെ ആ മോഡൽ എക്സാമിനേഷൻ വന്ന ഓരോ ക്വസ്റ്റ്യൻ ആൻസറും എങ്ങനെയായിരുന്നു എന്നുള്ളത് വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ലൈവ് ക്ലാസ് ഇന്ന് രാവിലെ പോയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ കാണുക. എല്ലാ കാര്യങ്ങളും കണ്ട് നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടത്. ഓക്കെ, ബൈ.